പ്ലക്കിത്തള്ള എടി നിനക്ക് എൻ്റെ നിന്ന് കിട്ടിയത് പോരെ, നീ പിന്നെയും വന്ന. അയ്യോ എന്ത് ചെയ്യാം. പ്ലക്കിത്തള്ള പറഞ്ഞിരിക്കുന്നത് കണക്ക് അല്ലടി, എൻ്റെ ആഭ്യന്തര മന്ത്രി ആസനൊന്നും എടുത്തില്ലേ? വലിയ ലൈറ്റ് ഇല്ലല്ലോ, അത് ലൈറ്റ് ഇട്ടിട്ട് എൻ്റെ ആഭ്യന്തരമന്ത്രി ആസനൊന്നും എടുത്തില്ലേ? കഷ്ടമായി പോയില്ല. നീ ഇത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ആഭ്യന്തരമന്ത്രി കൊണാണ്ടർ അതെടുത്തില്ലേ ആളെ? എന്ത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാം സെവീന വിവിയ ഇപ്പുറത്തുനിന്ന് ഞോണ്ടാൻ വന്നാൽ തിരിച്ച് മാന്തി പറിച്ച് വിടുമെന്ന്. എടി എന്നെ കൊണ്ട് പറ്റുന്നെന്തെന്നറിയാമോ? പട്ടിത്തിട്ടം സുരേന്ദ്രനെ കൊണ്ട് പറ്റ തെറി വിളിപ്പീര്, അതേ പറ്റുള്ളൂ. നിനക്കൊക്കെ പറ്റിയ കോമ്പിനേഷനാണ് പട്ടിത്തീട്ടം സുരേന്ദ്രൻ. അവൻ്റെ പേര് അതാണ്, പട്ടിത്തീട്ടം. പട്ടിത്തീട്ടത്തിനെ കൊണ്ട് പട്ടി തെറി വിളിപ്പീര്, അതാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് പോയി നിരന്ന് നിന്ന് പ്ലക്കിന് പോകും. അവൻ പ്ലക്കും എന്നെ തെറി വിളിക്കും, നിന്നെയൊക്കെ പ്ലക്കും എന്നെ തെറി വിളിക്കും. ഇവിടെ ഒരു പിന്നെ കുമാരദാസപുരം കേശവദാസപുരത്തൊരു പ്ലക്കത്തിയുണ്ട്. നമ്പർ 1 സൂറത്ത് തോറും നടന്ന് പ്ലക്കിക്കൊണ്ടിരുന്നൊരു സൂറത്ത് പ്ലക്കത്തി. അവൾ ആണ് ഇവന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ആ നന്ദിക്കടം പട്ടിത്തീട്ടം വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ നിനക്കൊക്കെ മറുപടി തരണമെങ്കിൽ നല്ല മാസ്റ്റർ പീസ് സാധനത്തിൽ തരണം. എന്ത് ചെയ്യാനാണെന്ന് അറിയാം, പിള്ളേർ വഴക്ക് പറയും. അതുകൊണ്ടാണ് പിന്നെ നിന്നെയൊക്കെ പോലെ രണ്ടും കെട്ട് എവിടെ പോയി എങ്ങനെയും പ്ലക്കി പൈസ കൊണ്ടുപോകാന്ന് പറയുന്ന മക്കളല്ല എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ ഞാൻ കൺട്രോൾ ചെയ്യുന്നു. കൺട്രോൾ അത് ഞാനൊരു സാമൂഹിക ദുരന്തമാണ്. മനസ്സിലായില്ല എനിക്ക്? സുഭാഷ് ചന്ദ്രബോസ് ലൈനിലുള്ള സാമൂഹിക ദുരന്തം തന്നെയാണ് ഞാൻ. മനസ്സിലായ? എനിക്ക് ഗാന്ധിജിയെ പോലെ ഇരുന്നിട്ട് ഞാനിപ്പം സത്യാഗ്രഹം ഇരുന്ന് ഇപ്പം ശരിയാക്കി തരാം അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. എൻ്റെ പരിപാടി അതാണ്, ആക്ഷൻ ത്രില്ലറാണ്. ഇവിടെ മുഴുക്ക അങ്ങനെയാണ്, ടിറ്റ് ഫോർ ടാറ്റ്. നീ ആകാശങ്ങളിലേക്ക് ഉയർന്നു വന്ന് മൂലയറ്റത്ത് പോയി മൂല കുത്തിയിരുന്നാലും നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചു വാരി താഴെയിട്ട് ചെവള കുത്തി പറക്കി എടുത്ത് ചെവരി തേച്ച് കാവുറുകി തള്ളേ പോയിക്കാൻ്റെ കണ്ണോട്ടത്തൊന്ന് കാണാം. പിന്നെ നീ ഇപ്പോൾ കിടന്ന് തുള്ളുന്നതൊക്കെ വേറൊന്നിനാണ്, അതെനിക്ക് മനസ്സിലായി. എന്തിനാണെന്നറിയാമോ? എനിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എൻ്റെ പേരെഴുതി ഇടുമ്പോഴും എൻ്റെ ഫോട്ടോയൊക്കെ വയ്ക്കുമ്പോൾ നീ എന്തോ പറയണുണ്ടെന്ന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് വരിക. എന്തൊരു ഊർജ്ജമില്ലാത്ത ഒരു പ്യോളീസ് അഞ്ച് കൊത്ത് ഇടട്ട് അടിപ്ലക്കത്തി കൂച്ചിട്ട് എനർജറ്റിക്കായിട്ട് പറയടി. എടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ നീ ഇപ്പുറത്തേക്കുന്നുള്ള എനർജറ്റിക് ആയ ലേഡിയുടെ അടുത്തല്ലേ യുദ്ധം പിടിക്കുന്നത്. അപ്പം നീ ഇത്തിരി സ്ട്രോങ് ആയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങളാണ്. അവരൊരു സാമൂഹിക ദുരന്തമാണ്. നിനക്ക് ഞാനൊരു കൺസെഷൻ തരുന്നു, ഒരു കൺസെഷൻ. മനസ്സിലായി മൊട്ടച്ചി? നീ നന്നാവൂലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു കൺസെഷൻ, ഒരു ചലഞ്ച്. നിനക്ക് വേണ്ടി ഞാനൊരു ഇൻ്റർവ്യൂവിന് തയ്യാറായി നിൽക്കുകയാണ്. നിനക്ക് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റും? ആംപ്ലിഫയർ ഉണ്ടോ? നീ വേറെ ഒന്നും ചെയ്യണ്ട. നിൻ്റെ ആ മർമ്മ സ്ഥലത്ത് ഒരു പാഡ് വെച്ചേക്കണം. ഏത് ലോക്കൽ പാഡൊന്നുമല്ല, നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നു ആ പാഡ് ഒരെണ്ണം നിൻ്റെ അവിടെ വെച്ചേക്കണം. തലയിലൊരു ഹെൽമെറ്റും കൂടെ ഇട്ടുകൊണ്ട് വന്നാൽ നീ സേഫ്. അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പിന്നെ അത് ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ഇൻ്റർവ്യൂ ആയി അത് മാറും. അമ്മാതിരി സീൻ അവിടെ ആകും. അല്ല പോട്ടെ. എന്തായാലും ഇവളുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മറുപടി കൊടുക്കുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ വാഴത്തോരൻ അതാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ല? പട്ടിത്തീട്ടോ അവിടെ ഇരുന്നുകൊണ്ട് കുരയ്ക്കണതും ഇവളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒറ്റ കാരണമാണ്, നമ്മൾ മറുപടി പറയണം. അപ്പം നമ്മൾ മറുപടി പറയുമ്പം നമ്മുടെ ജിനു അറിയില്ല, ജിനു 2.0 അവനെ ഞാൻ അന്നങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നാലേ കേട്ട് കേസ് എന്നുള്ളത് അങ്ങനെയും വിടണമായിരുന്നു. എന്നിട്ട് ഞാൻ ആക്ഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു കളക്ടറുടെ കാലി പിടിച്ച് നടക്കുന്നത്. അങ്ങനെയൊന്നും വേണ്ട. ആക്ഷൻ എടുക്കാനായിട്ട് നമുക്കതിൻ്റെ വഴി അറിഞ്ഞുകൂടായിരുന്നു. അന്നൊന്നും നമുക്കിതിൻ്റെ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല, കേരളത്തിൻ്റെ സിസ്റ്റം അറിയത്തില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിരുന്നേ അന്ന് അത്രയൊന്നും പോകണ്ടായിരുന്നു, എപ്പോഴും നടന്നു പോയാൽ. രണ്ടാമത് പണി അറിയാവുന്നവരുടെ അടുത്ത് വന്നപ്പോഴത്തേക്കാണ് ശരിക്കും പണി കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ ഒരു സിനാരിയോ ഇപ്പം ഉണ്ട്. അപ്പോൾ ഇതിന് പണി കൊടുക്കുക എന്നുള്ളതാണ് മിണ്ടാതിരുന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഇവറ്റകൾ പറയുന്നത് കണക്ക് എന്താ കൊച്ചുങ്ങളെ പറഞ്ഞ് ഇവിടെ ആ നരേശനൊക്കെ പണ്ടേ കുറേ പറഞ്ഞാണ്, അന്ന് ഇവിടെ എടുക്കൂല. ഞാൻ കൊച്ചുങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഗ്രൂപ്പിൽ വന്ന് തെറി വിളിച്ച ഒരുത്തനിക്ക് തിരിച്ച് ഞാൻ കൊടുത്ത തെറി എടുത്തുകൊണ്ട് പോയി. എനിക്കെതിരെ വീഡിയോ ചെയ്തവനാണ് കാദർ കരിപ്പൊടി. അവനെതിരെ 2 FIR ഉണ്ട്, പോക്സോ. അതിൽ ഒരു FIR എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് അണ്ടറിലുള്ള ഒരു പെൺകുട്ടിയെ വ്യക്തി അധിക്ഷേപം ചെയ്ത
ചീഞ്ഞളിഞ്ഞ് വൃത്തിയധിക്ഷേപം ചെയ്ത ആ പെൺകുട്ടി മരണത്തിൻ്റെ വക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് നെടുമങ്ങാട് സ്റ്റേഷനിലാണ് അവർ കേസ് കൊടുത്തത്. നെടുമങ്ങാട് കോടതിയിലാണ് അവർ കേസ് ഫയൽ ചെയ്തൊരു FIR ഉള്ളത്. രണ്ടാമത്തെ FIR എന്ന് പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി അതെന്താണെന്നറിയാം, ഒരു കുട്ടിയുടെ ചിത്രം അതിൻ്റെ തല മാറ്റി ഒട്ടിച്ച് പൊടി മോൾഡ് മാറ്റി ഒട്ടിച്ച് അതിനെ ഏറ്റവും മോശമായ രീതിയിൽ പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിച്ച് കൊടുത്തതിൻ്റെ പേരിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് കിടക്കുന്ന ഖാദർ കരിപ്പൊടിക്കെതിരെ FIR വന്നിട്ടുണ്ട്. നുണയല്ല, അതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ ചെയ്യാത്തതാണ്. അപ്പം അങ്ങനെയൊരു സാധനമുണ്ട്. അപ്പം എന്നെ പറയുന്നവരും എന്നെ പെടുത്താൻ നിൽക്കുന്നവരും ഇതുപോലെ ഒളിച്ചിടക്കേണ്ടി വരും. ചരിത്രം അതാണ്. നീ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നീ ഒന്ന് അന്വേഷിക്കടി പ്ലക്കത്തി, നീ അന്വേഷിച്ചിട്ട് വാ. ഞാൻ ഈ ഫ്ലാറ്റിൽ കയറി കുത്തിയിരിക്കുന്നുണ്ടാണ്, ഇങ്ങോട്ട് ഇറങ്ങൂലേ. ചില നേരം ഒരു തോന്നൽ തോന്നിയാൽ ഇറങ്ങിയ ഒരു ബെല്ലും പുറയൊക്കെ ഉണ്ടാവില്ല എനിക്ക്. അപ്പം ഞാൻ തരുന്ന പണികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിന്ന് ലൈനിൽ നിന്ന് വാങ്ങിച്ചോടാം. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോഴത്തേക്ക് ഇത് ഇത്രയാണെങ്കിൽ ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിക്കുകയാണ്. കുറേ പ്ലക്കത്തി വീരത്തികളും വെല്ലുവിളി. ഇനി വാടി 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 എന്ന് ഞാൻ ചീവ മുട്ടയിടുന്നു. തിരിച്ചടി കഴക്കൂട്ടത്ത് വാടി ഇനി വാടി എന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ വരൂല. അഡ്രസ്സ് തരട്ടെ, അത് അതൊന്നും ഞാൻ വരൂല. ഫോൺ നമ്പർ തരട്ടെ, അതിലൊന്നും ഞാൻ വിളിക്കൂല. പിന്നെ എന്തൊരു വെല്ലുവിളിയാണ് നാട്ടുകാരെ കാണിക്കാൻ. സത്യമായിട്ട് കാല് ചെയ്യാത്ത ഒരാളാണ് നിങ്ങൾ, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയണം എനിക്ക് കാല് വയ്യ വാ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് വിശ്വസിക്കാൻ തയ്യാറാവാത്തതെന്ന്. വിശ്വസിക്കൂ പ്ലീസ്, വിശ്വസിക്കണം. അതെല്ലാം പോട്ടെ. വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ വേണം. എൻ്റെ പുതിയ ചാനലുണ്ട്, അതിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഒരു ചുമ്മാ വരണം. ഞാനത് പിന്നെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പേഴ്സണൽ ഇഷ്യൂസ്, അതായത് നമ്മളുടെ കുറച്ച് ഫാമിലി, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, കുക്കിംഗ് വീഡിയോസ്, ഞാൻ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇടാനായിട്ടാണ് ഷെഫീന ബാബിലോൺ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് സബ് ചെയ്ത് വെച്ചാൽ സന്തോഷമായിരിക്കും കേട്ടോ. പിന്നെ ഇത് പട്ടിത്തീട്ടവും യവാളും ഒക്കെ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കിടന്ന് തകർക്കുന്നതാണ്. നിങ്ങൾ ഇവരുടെ ആ ഒരു ഗ്രൂപ്പ് പ്ലേ അത് നിങ്ങൾ കാണാതെ പോകരുത്. അവരുടെ ആ എഫർട്ട് നിങ്ങൾ കാണാതെ എനിക്ക് ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കോമഡി പീസുകളെ ഓർത്താൽ ചിരിയേ വരുള്ളൂ. ഞാനിവിടെ തനിച്ചാണ്, നോ സെക്യൂരിറ്റി. അഫ്കോഴ്സ് മകൻ്റെ ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അവർ വെരിഫൈ ചെയ്തിട്ട് അകത്തേക്ക് വിടുകയുള്ളൂ. ഭയങ്കര സ്ട്രോങ് സെക്യൂരിറ്റി ഉള്ളൊരു ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. അത് ഞാൻ മനഃപൂർവ്വം തിരഞ്ഞെടുത്തതെന്നല്ല കേട്ടോ. എനിക്കിഷ്ടം എൻ്റെ വീടാണ്. ഒരു സെക്യൂരിറ്റി ഇല്ല, ഗേറ്റ് പോലും ഇല്ലാത്ത എൻ്റെ വീട്ടിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാനൊരു നിപ്പൊക്കെ നിൽക്കുക അവിടെ പോയി, അതൊരു വട്ടം ചാടി നിപ്പാ. നീ പറയുന്നില്ല, ആരുടെ അടുത്തേലും ചോദിച്ചാൽ പറഞ്ഞു തരും. ബാക്കിയുള്ളവരെ പോലെ ഒന്നുമല്ല. അവിടെ ഒരു അതിർത്തി തർക്കത്തിന് എൻ്റെ ഉമ്മച്ചിനെ ഒന്ന് ഞോണ്ടിയതാ. അവൻ ഞോണ്ടിയതേ അവൻ ഓർത്തോളൂ. പിന്നെ അവൻ എന്ത് സംഭവിച്ചെന്ന് അവൻ്റെ വീട്ടിൽ പോയി ചോദിക്കും. ഇതവൻ എൻ്റെ ഏറ്റവും വലിയ പെറ്റാണ്, മീൻസ് പെറ്റ് ബേബിയായി മാറിയിരിക്കുകയാണ്. അവനെ ഞാൻ ആ രീതിയിലാക്കി എടുത്തു എന്നുള്ളതാണ്. ഉടക്കുമ്പോഴും വലിക്കുമ്പോഴും ഞാൻ അഡ്രസ്സ് പറയണം, അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം കേട്ടോ. നീ ഏതായാലും അവർ പറഞ്ഞു തരും. എനിവേ, ഇവരുടെ ആ മാസ്റ്റർ പീസ് കളി ഞാൻ പറഞ്ഞുതരാം. പട്ടിത്തീട്ടത്തിനെ കൊണ്ട് പറയിക്കുക. വേറെ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം നടുതളന്ന് കിടക്കുകയാണ്. എവിടെയുണ്ട് അന്തര അപകടം കണ്ട പറ്റി നടുതളം നടത്തുന്നുണ്ട്. ഡെയിലി വെല്ലുവിളിയാണ്. നീ മുട്ട ഇട്ടോ, നിന്നെ കൊണ്ട് അതിനെ പറ്റൂ. ഇനി വേറൊരുത്തനുണ്ട് ആധികാരികമായിട്ട്, അത് സംഖ്യയാണ്. അപ്പോൾ എനിക്കത് മനസ്സിലായി. ഓക്കെ, അവരുടെ പൊളിറ്റിക്സ് കൊണ്ടാണ് അവരത് പറയുന്നത് എന്നുള്ളതാണ്. ഇതാ ഞാൻ തയ്യാറാണ്, ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. അത് പറ്റൂല. ചരിത്രപരമായിട്ടുള്ള BJP തുടങ്ങിയിടം തൊട്ടുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ഉൾപ്പെടുത്തി വെച്ച് നമുക്കൊരു ഡിബേറ്റ് തയ്യാറാണോ? പറ്റൂല, ഇരിക്കൂല. അല്ലാതെ അവിടെ ഇവിടെ നിന്ന് എറിയും. അതേ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലക്കമ്മേരെ കൂടെ തന്നെ നമ്മുടെ ജാസിയില്ലേ, കുണ്ടുവും ടീമും കൂടെ പോയി മറ്റേ തള്ളയെ പോയി കണ്ട്, നാഗസേരന്ദ്രിയ പോയി കണ്ട്. തെറിയിൽ പിന്നെ മാസ്റ്റർ ഡിഗ്രി PhD എടുത്ത സ്ത്രീയാണ്. അവരെ കൊണ്ട് എന്തൊക്കെ പറയിച്ചു. ഞാൻ ആ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ അവിടം വരെ ഒന്ന് യാത്ര ചെയ്യും. മനസ്സിലായില്ലേ? ഈ കഞ്ചാവ് അടിച്ചിട്ടിരുന്നുള്ള കൊണവറച്ചിലിന് തലമണ്ടയ്ക്ക് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഞാൻ വരികയും ചെയ്യും. നാട്ടുകാരും കൂട്ടി നിൽക്കുക. ആ നാട് അങ്ങനെയാണ്. അപ്പോൾ അവരൊരു സാധുവാണ് എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർ ഈ ലൈവ് ഇട്ടാണ് ഇങ്ങനെ മുഷിഞ്ഞു പോയെന്നാണ് എല്ലാവരും പറഞ്ഞ് എനിക്ക് അറിയുന്ന കേട്ടോ. നാഗചൈരന്തിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷെ അവർക്ക് കൊണ്ടുപോയി സ്ക്രൂ വെച്ച് കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുന്നു. പിന്നെന്താ, നയൻതാരയെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു മണിയാട്ടി ഉണ്ടല്ല, മണിയുള്ളവൻ നയൻതാരയാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, അതിനെ ഇറക്കി ഞാൻ മൗനമായിട്ടിരുന്നു. എൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ഈ
വേദപുസ്തകങ്ങളിലെല്ലാം തന്നെ ഈ ജന്തുക്കളെ നമ്മൾ കുറച്ച് അല്പം ഒന്ന് ഫ്രീ ആയി വിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ ലോകം നശിപ്പിക്കുമെന്നാണ്. ഇപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ട് ലൂത്ത് നബിയുടെ കേസ്, ലൂത്ത എന്ന് പറയുന്ന ബൈബിളിക്കിലുണ്ട്. അതേപോലെ ഹിന്ദു മതവിശ്വാസമാണ് ശകുനി എന്ന് പറയുന്ന ഇറ്റലാണ്. അപ്പോൾ ഇറ്റള് എവിടെ എത്തും എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പം ഞാനായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. പാവലെന്ന് പറഞ്ഞാൽ അങ്ങ് വിട്ടിരിക്കുന്നതാണ്. സിയാ പവലിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം. അവരൊക്കെ സൈബർ ബുള്ളിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു വട്ടമേ പറഞ്ഞുള്ളൂ, താത്ത കേൾക്കാൻ പറ്റാത്ത അത്രയുണ്ടെന്ന്. ആ ഒരു പറച്ചിലൂടെ തീർന്നു. പിന്നെ നമ്മുടെ മതവിശ്വാസത്തിൽ ഒരാൾ പോലും പിന്നെ അവരെ എടുത്തിട്ടില്ല. അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നും എന്നെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഒരു കുമ്പലിനെ ചേർത്ത് വെച്ച് അവരെ കൊണ്ട് അതൊക്കെ ബോറ് പരിപാടിയാണ്. അടിച്ച നമ്മളടിക്കണം, അല്ലെ പിന്നെ ആളെ വെച്ചടിക്കാൻ. അതിനൊന്നും ഇല്ല നീയൊക്കെ. ഇതിലെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ചോട്ട സാധനത്തിനൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. ഏത് മറ്റേ സെക്ഷനിലേക്ക് ടൈം കിട്ടും. ഞാൻ ബേസിക്കലി ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ടൈമില്ലടി പ്ലക്കത്തി അല്ലാണില്ല. ടൈം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെയൊക്കെ എന്താ ചെയ്യുമെന്ന് എനിക്കോലും അറിയത്തില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇതൊരു സാധനം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. അതിനപ്പുറം എൻ്റെ മക്കൾക്ക് ആർക്കും ഇഷ്ടമില്ല. അവരുടെ ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളയണത്. അതിൽ എമൗണ്ട് കിട്ടുന്നുള്ള സെക്കൻഡറിയാണ്. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ലെവലിൽ നിങ്ങൾ ആലോചിക്കുക. ആ ഡോക്ടർക്ക് ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ ആ ഫാമിലി എപ്പോഴും പരാതിയായിരിക്കും. പക്ഷെ അയാളൊരു പെർഫെക്റ്റ് ഡോക്ടറായിരിക്കും അയാളുടെ പേഷ്യൻസിന്. അതേപോലൊരു ലെവലാണ്. നമുക്ക് പണം എന്നതിനുപരി ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതിൽ കുരുങ്ങി കിടക്കുകയാണ് ഞാൻ. അപ്പം എനിക്കിത് നടത്തണമെന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ചലഞ്ചാണ്. നീ എന്നെ ഒന്ന് അടക്കി കാണീര്. ഈ ഇരിപ്പിലിരിക്കുന്ന ഞാൻ ഈ വില്ലത്തിയാണെങ്കിൽ നീ പ്രാർത്ഥിയുടെ കാലൊരിക്കലും ശരിയാവരുതെന്ന് മനസ്സിലായ? നീ കാണുന്നില്ലേ കമൻസിൽ എത്ര പേര് വന്നാ പ്രാർത്ഥിക്കുന്നത്? നമുക്കിതൊന്നും എടുത്ത് പബ്ലിഷ് ചെയ്യാൻ അറിയത്തില്ലടി. എൻ്റെ നാളിൻ്റെ പേരിൽ ഡെയിലി എത്ര അർച്ചന പോകണമെന്നറിയാമോ? എനിക്ക് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഞാനങ്ങനെ പറയുന്നുമില്ല. പക്ഷെ എനിക്ക് ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് പേടിച്ചിട്ട് എത്ര പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാമോ? ഞാനിപ്പം ഇവിടെ നമ്മൾ അമ്പലം വരെ പോയ ഞാനൊരു പ്രാർത്ഥന എഴുതി, ഇത് ഇന്ന് തന്നെ 2-3 ഇവിടെ ആൾറെഡി കൊടുത്തു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മനുഷ്യർ പ്രാർത്ഥനയോടുകൂടി എൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ പ്ലക്കത്തി നീ വിചാരിച്ച വല്ല പുണ്ണാകം നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. നിനക്ക് ഇതുവരെ നിന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ? ഗുജറാത്ത് കലാപത്തിനെ പറ്റി ചിന്തിക്കാൻ പോലും പേടിക്കുന്നവർ ഇവിടെ ഇരിക്കുമ്പോഴേ ശക്തമായി അതിനെതിരെ കർശനമായി നിലകൊണ്ടോളാം ഞാൻ. അതിന് വരുന്ന എന്ത് കോൺസിക്വൻസും ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശക്തമായി നിന്നോളാം ഞാൻ. നീ എന്നെ പുകഴ്ത്തുന്നതാണെന്ന് എനിക്ക് തെറ്റിദ്ധാരണയൊന്നും വരണ്ട. ഞാൻ എന്നെ പുകഴ്ത്തുന്നു തന്നെ, ഞാനുണ്ട് എന്നെ പുകഴ്ത്തുക, പിന്നെ പുകഴ്ത്തിയിരുന്നു. അതേപോലെ ദുബായി നിൽക്കുമ്പോഴത്തേക്കാണ് അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെയാണ് പേപ്പർ എഴുതി കൊടുത്തത് ഞാൻ. വലി എന്ന് പറഞ്ഞിട്ട് അത് അള്ളിയിട്ട് വന്നത്. ഒരു ഗതിയും ഇല്ല, നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം പോലും ഇല്ലാത്ത സമയത്തും തല താഴില്ല. എൻ്റെ തല എന്നെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അല്ലാതെ താഴില്ല എന്ന് ശക്തിയോടുകൂടി സംസാരിക്കുന്നത് ഷെഫീന ബീബിയുടെ അടുത്താ. നീ സംസാരിക്കണേന്ന് മറന്നുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് 1-2 ചില മാരക വിഷങ്ങൾ വിശ്വസിച്ച് വീട്ടിൽ കയറ്റി. അത് പാടില്ലായിരുന്നു. അത് ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനത്തെ ഒരു പരിപാടി നിനക്ക് കിട്ടത്തില്ല. ഇനി പ്ലക്കമ്മ പറയുന്നതിന് തെറി വിളിക്കരുതെന്ന്. അത് സ്പെഷ്യലി ഈ ദേവാണ്, ശല്യമാണ് അവനാണ് പറഞ്ഞത്. ചേച്ചി തെറി വിളിച്ചാൽ ഞാൻ മിണ്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, ഞാൻ അവനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്മയും പറഞ്ഞു നമ്മളെ തെറി വിളിക്കരുത്, അത് കേൾക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, അത് പറയരുതെന്ന്. അപ്പം ഞാൻ പറയുന്നില്ല. ഇനി അതുകൊണ്ട് ഞാൻ ഡീസൻ്റായി. സത്യമായിട്ടും നീ ഒരു കാര്യം ചെയ്യുക, അമ്മയൊന്ന് കോണ്ടാക്ട്, ഞാൻ വേണമെങ്കിൽ നമ്പർ തരാം. എന്നിട്ട് എനിക്ക് കുറച്ച് പിള്ളേരുണ്ട്, അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറ ഷെഫീനയുടെ അടുത്ത് തെറി വിളിക്കാൻ പറയാം. പട്ടിത്തീട്ടത്തിൻ്റെയൊക്കെ അണ്ണാക്കി തരാനുള്ള സാധനമുണ്ട്. പട്ടിത്തീട്ടത്തിന് ധൈര്യമുണ്ടെങ്കിൽ അഡ്രസ്സ് എഴുതിയിട്ടിട്ട് എന്നെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ. വാട്ട് ഇവിടെ കായക്കൂട്ട് ജംഗ്ഷനിൽ വന്നിരുന്ന് എന്നെ ചലഞ്ച് ചെയ്യാൻ പറ. കൂടെ സൂറത്ത് വെടിയേയും വിളിച്ചോളാൻ പറ. ചിന്നക്കട വെടിയേയും സൂറത്ത് വെടിയേയും ഒക്കെ വിളിച്ചോണ്ട് വന്ന് ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ. നോക്കാല്ലേ എവിടം വരെ പോകുന്നു. ഒളിച്ചിരുന്ന് എല്ലാവരെ കൊണ്ടും പറ്റും. മനസ്സിലായ? അതേപോലെ ദിയാഷുണ മറ്റേ മാധവൻ, അയാളെ പേരെനിക്ക് ഓർമ്മയില്ല, ഡോക്ടർ ആയിരുന്ന ഒരാളെ കയറി തല്ലാനും കണ്ടവില്ല. അയാൾ ഒളിച്ചിരുന്നിടത്ത് കയറി അയാളെ അടിക്കാൻ പറ്റുന്നവർക്ക് എൻ്റെ വീട് കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടാണ്. ഇതിനേക്കാൾ വലിയൊരു വില്ലി ഉണ്ടായിരുന്നു, ഭൂലോകം ഇളക്കിക്കൊണ്ട് കിടന്നതാണ്. ഇപ്പം എവിടെ ഉണ്ടെന്നറിയാമോ? അതോ മൂലയിലിരുന്ന് പിച്ച എടുക്കുന്നുണ്ട്. അതങ്ങോട്ട് വട്ടം ചാടി നിൽക്കും. മൗനമാണ് ഞാൻ മിക്കയിടത്തും
വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നിന്നെ വിട്ട കേസാണ്. നിനക്ക് എന്നെ വെച്ചാണ് റീച്ചെങ്കിൽ ഉദ്ദേശം പഴയതുപോലെയല്ല. ജട്ടി ജിനുവിന് കിട്ടിയ റീച്ച് നിനക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നീയും പട്ടിത്തീട്ട ഗ്യാങ്ങുകളും കൂടെ ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ അറിയണേ കടപ്പുറം കക്കൂസിൻ്റെ വീഡിയോ പോയി നോക്കുക. കടപ്പുറം കക്കൂസിൻ്റെ ചാനലൊന്ന് നോക്കുക, എവിടെ നിൽക്കണമെന്ന് പോയി നോക്കുക. ചാനൽ 50K ഉള്ളപ്പോഴാണ് കക്കൂസ് എൻ്റെ അടുത്ത് വന്നത്. കക്കൂസ് അവിടെ കിടന്ന് തത്തിക്കളിക്കുകയാണ്. ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് കയറിയിട്ടില്ല. ചെയ്തവർക്കൊക്കെ ആറ്റം ബോംബ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ അച്ചസഡ് നടന്നിട്ടുമുണ്ട്. അതെന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യപ്പെട്ടാൽ മാത്രം ഇടപെടുന്നൊരു സ്ത്രീയാണ് ഞാൻ. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഒരു പരിധിയിലപ്പുറം അവരെ ദ്രോഹിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങളൊക്കെ പറയണ ഭയങ്കര ദ്രോഹമാണെന്നാണ്. തെണ്ടിത്തരവും ചെറ്റത്തരവും തോന്നിവാസവും വ്യഭിചാരവും മയക്കുമരുന്നും ഒക്കെ ചെയ്യുന്നവർ എന്നെ അങ്ങനെയും കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയത്തില്ല. അയാളുടെ കുടുംബത്തിലെ വലിയ നല്ല നാഥനായിരിക്കും, അച്ഛനായിരിക്കും, മകനായിരിക്കും, ഒക്കെ ആയിരിക്കാം, പോലീസുകാരനായാലും കാരത്തിയായിരുന്നാലും. പക്ഷേ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ നമ്മൾ മറ്റ് ഒരിതും നോക്കാനൊക്കത്തില്ല. അവിടെ വരുന്നത് ഇതുപോലുള്ള ആൾക്കാരായിരിക്കും. ഒരു മിനിറ്റ്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് കൂടുതൽ അതിനകത്ത് ഞാൻ ഭയങ്കര ഡീസൻ്റാണ്, ഞാൻ ഭയങ്കര ശമ്പവമാണ് എന്നൊന്നും പറയാനൊക്കത്തില്ല. മനസ്സിലായോ? എനിക്ക് പോകാൻ സമയമായതുകൊണ്ടാണ്. ഓക്കെ. അപ്പം പോലീസിൻ്റെ ഒരു ടേമില്ലേ, ആ ടേം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പം എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും നന്നാക്കിക്കൊണ്ട്, എല്ലാവരുടെ വായിൽ നിന്നും നല്ലത് കേൾപ്പിച്ചുകൊണ്ടൊന്നും ജീവിക്കാനൊക്കത്തില്ല. നമ്മൾ ഇരിക്കുന്ന പ്രൊഫഷൻ, നമ്മൾ ചൂസ് ചെയ്ത പ്രൊഫഷനിൽ അത്രയും ഡാം സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്. എൻ്റെ മക്കൾ ഉൾപ്പെടെ അപമാനം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴതില്ല. ഇപ്പം ഞങ്ങൾക്കത് വകയല്ല. അതിൻ്റെ കാരണം നീയൊക്കെ പറയണ പച്ച നുണയാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു, ഇൻവിസിബിൾ ആർമി എന്ന് പറയുന്ന ഒരു ചാനലിൽ കണ്ട വീഡിയോ ആണ്. അപ്പോൾ അവരിങ്ങനെ ഒരു പൈസ കണക്ക് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആസ്ട്രേലിയയിലുള്ള ഒരു വാട്സപ്പ് വെടിയുണ്ട്. അവൾ ഈ വെടിയെന്ന് എല്ലാവരെയും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. ആക്ച്വലി ഇവരാണ് എന്നോട് എതിർക്കുന്നവർ. ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉള്ളവരെ എൻ്റെ അടുത്ത് എതിർക്കൂ. അല്ലാത്തവരുമായിട്ട് എനിക്ക് ശത്രുത വരത്തില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അവരെയൊന്നും ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പക്ഷേ ഇതൊക്കെ അങ്ങനെയാണ്. വാട്സപ്പിൽ കൂടെ പെണ്ണുങ്ങളെ ഉപദ്രവിച്ച ഒരു വ്യക്തിയെ ഞാൻ തുറന്നു കാണിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് 2 വർഷമായി എനിക്കെതിരെ വീഡിയോ ഇടുകയാണ്. ഇവരൊക്കെ അവിടെ പോയി ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് ഇന്ന് അവരുടെ നേരെ 2 വർഷത്തിനിപ്പുറം ഇന്ന് അവരുടെ നേർക്ക് അതേ ആയുധം അവർ കാണിച്ചപ്പോൾ അവർക്ക് കാര്യം പിടി 2 വർഷം എടുത്തു. ഇതേ സെയിം സാധനം 3 വർഷം എടുത്തു തനൂജയുടെ വിഷയത്തിൽ. ഞാൻ തനൂജയെ പൂർണ്ണമായി വിട്ടു. ആ വശത്തേക്കേ ഞാൻ നോക്കുന്നില്ല. കാരണം അവൾക്കത് മനസ്സിലാകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് മനസ്സിലാക്കി എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു. അതോടെ ഞാൻ കളഞ്ഞു ആ കേസ്. അത്രയേ ഉള്ളൂ. ഇതങ്ങനെ വിടൂല. അഡ്രസ്സില്ല, പണം തിരിച്ചു കൊടുക്കാനുള്ള യാതൊരു സോഴ്സും ഇല്ല. 2 സോഴ്സ് ഉണ്ടെങ്കിൽ പോലും കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ കാരണം അവൾ തന്ന പണം അവൾ എന്തിനാണ് തന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ്. എൻ്റെ കുട്ടി എത്രയും നാൾ അവിടെ ചാനൽ നോക്കിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരാളുടെ സ്ട്രൈക്ക് ഞാൻ മാറ്റി കൊടുത്തു. എൻ്റെ കുട്ടീനെ കൊണ്ട് പൈസ തന്നിട്ടില്ല, ഒരു 50 രൂപ പോലും തന്നിട്ടില്ല, തരികയുമില്ല. എനിക്കറിയാം. പക്ഷേ അങ്ങനെ സർവീസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എത്രയോ നാൾ അവളെ ചാനൽ നോക്കി. അവൾ പറഞ്ഞ എല്ലാ ഇതിനകത്ത് നമ്മൾ പോയി. ഈ ജിനു എന്ന് പറയുന്ന ആളുമായിട്ട് എനിക്ക് ശത്രുതയില്ല. ഇവളെ തെറി വിളിക്കണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ചെറുക്കനെ ഞാനും കൂടെ അടിയായത്. അവൻ്റെ പേർക്ക് കേസ് കൊടുക്കാൻ അവൾ തന്ന പണമാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. എൻ്റെ വീട്ടിൽ ചിലവാക്കിയ പൈസയല്ല. അവൾ ആർട്ടിക്കുലേറ്റ് ചെയ്തുണ്ടാക്കിയ രേഖകളും കൊണ്ട് ചാടി ഇറങ്ങി. അതിലൊരു പെൺകുച്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. പക്ഷെ അവള് ജമ്മത്ത് മറക്കാത്ത തക്കവണ്ണം അവൾക്ക് പണി കൊടുത്തിട്ടേ ആ പേയ്മെന്റ് ഞാൻ ഇട്ട് കൊടുക്കും. പട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്, കിട്ടും കൊടുക്കും. ചെവിക്കൽ ഉളക്ക അവളെൻ്റെ അടിയും വാങ്ങിക്കും. വിട്ടൂല അവളെ ഞാൻ. അവള് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും എൻ്റെ ആ ശാപം അവളെ വെറുതെ വിടുവില്ല. അത് വേറെ കാര്യം. ഇതിൻ്റെ കൂടെ ആ പേഴ്സണൽ ഇഷ്യൂ കൂടെ വന്ന് പറയണമെന്നേ ഉള്ളൂ. അപ്പം ഇവര് മനസ്സിലാക്കി വരുമ്പോഴേക്കും വളരെ വൈകിപ്പോകുമെന്നുള്ളതാണ്. ഓൺസ് ഞാൻ ഒരിടത്ത് ഞോ പറഞ്ഞാൽ അത് ഞോ തന്നെയാണ്, അതിൻ്റെ അപ്പുറം മാറ്റമൊന്നുമില്ല. അപ്പം പ്ലക്കത്തി വെറുതെ ആ ചെരപ്പിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തുടക്കാൻ വന്ന് നിനക്കതിൽ റീച്ച് കിട്ടും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ലൂസ് നിൻ്റെ ഓൾ ക്രെഡിബിലിറ്റിയും. നീയൊക്കെ ഒരു പേരും ഇട്ട് അല്ലെങ്കിൽ കുറേ മോശ കാര്യങ്ങളും പറഞ്ഞ് മോശ വൃത്തികേടുകളും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിന്നെയൊന്നും പോലെ ഒളിച്ചിരുന്ന കാര്യം പറയുന്നോളല്ല ഞാൻ. എൻ്റെ കുടുംബത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നിൽക്കുന്നവളാണ് ഞാൻ. അത് നിങ്ങൾ അവിടെ വന്ന് എന്നെ യുദ്ധം പിടിക്കാനും ബെൽറ്റ് കുത്താനും ഒന്നുമല്ല, ആ നാട്ടിൽ വന്ന് അന്വേഷിക്കാനാണ് ഞാൻ ആ അഡ്രസ്സ് കൊടുക്കുന്നത്. ഇതാർക്ക് വേണം ചെയ്യാം.
അഫ്കോഴ്സ് വീട്ടിൽ ബാക്കി ഇപ്പം എനിക്കറിയില്ല, എൻ്റെ അറിവിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് പോലും, അത് അത്രയും വലിയ കൂട്ടായ്മയാണ് ആ കുടുംബം. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചോളാം ഞാൻ. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരത്തില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് എൻ്റെ കുടുംബക്കാരെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അത്രത്തോളം അലേർട്ടാണ്, വിജിലൻ്റാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുടുംബത്തോടുള്ള സ്നേഹമാണ്. ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ മൂലം തലകുമ്പിടേണ്ട ഒരു കാര്യം വരരുത് എന്നുള്ള വാശിയാണത്. നിന്നെയൊന്നും പോലെ ഒളിച്ചും പാത്തും 5-നും 10-നും കിടക്കുന്നോളുമല്ല. അതും മനസ്സിലാക്കിക്കോ പ്ലക്കത്തിക്ക് ഇതുപോലെയൊക്കെ നടന്ന് നാട്ടുകാരെ വായിരിക്കണയൊക്കെ കേട്ടിട്ട് വേണം മക്കൾക്ക് ചിലവിന് കൊടുക്കുക. എൻ്റെ കുട്ടികൾ ആറൊക്കെ ശമ്പളമുള്ള കുഞ്ഞുങ്ങളാണ്. അവർക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ശമ്പളമുണ്ട്. ഞാൻ ഇവർക്ക് ആർക്കും ഒന്നും കൊടുക്കണ്ട. പ്ലെൻറ്റി എനിക്ക് കിട്ടുന്നതെല്ലാം ഐ എം ആക്ച്വലി യൂസിങ് ഫോർ അതർ തിങ്സ്, നോട്ട് ഫോർ ഞങ്ങളുടെ റെൻറ്റ്. അത് ഒന്നിനും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും പോരാതെ എനിക്കൊരു വളർത്തമ്മയുണ്ട്, ഒരു രക്ഷയില്ലാത്ത വളർത്തമ്മ. എങ്ങനെ പോയാലും എനിക്ക് ചുമ്മാതിരുന്നാൽ മതി. ഞാനിത് ഇറങ്ങി നിൽക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിനക്ക് അറിയാനിട്ടല്ല, അറിഞ്ഞുകൊണ്ട് നിനക്ക് തോപ്പിക്കണം. ഈഗോ ഈഗോ ഉണ്ടെന്ന് ഇവിടെ ജയിക്കൂല. ഇവിടെ നിലനിൽക്കുന്ന നീതിരഹിതമില്ലാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ്റെ ഇതും കൺസേൺ ചെയ്യാതെ നീതിക്ക് വേണ്ടി നിൽക്കുകയാണ്. അവിടെ ഈ നീതിരാഹിത്യമുള്ള ഒരുത്തികളെ ഞാൻ അടുപ്പിക്കത്തില്ല. നിനക്ക് എന്തെങ്കിലും ഒരു അല്പമീനരൊക്കെ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും മരണപ്പെട്ടിരിക്കുന്ന ഒരു പയ്യനെ നീ ടാർഗറ്റ് ചെയ്യില്ല. നീ 6 വയസ്സുകാരന് വേണ്ടി വെല്ലുവിളിക്കുമ്പം 21 വയസ്സുകാരൻ്റെ ഫീലിങ്ങിന് നീ മറന്നുപോയാ? അതെന്തിനാ നീ ചെയ്യുന്നേ? ആ കുടുംബത്തിൽ അവൻ്റെ അമ്മമ്മ അച്ചമ്മ ഒക്കെ ഉണ്ട്. അവർക്കാർക്കും നാവിന് ചലനശേഷിയില്ലേ? അവർക്കാർക്കും ജീവിതം. നീയൊക്കെ അവനായിട്ട് എന്ന ആ ചെറുകൻ എന്നൊക്കെ പറഞ്ഞാൽ നീ ഇത് ഡ്രമാറ്റിക്കായിട്ട് കൊണയടിക്കണത്. നീ ആരെന്നടി നിന്റെ വിചാരം? എടി ചെറ്റേ. ചെറി വിളിച്ചൂടല്ലോ. ആ ഭാഗം കട്ട് ചെയ്യാം നമുക്ക്. ആ ഭാഗം നിങ്ങളും കട്ട് ചെയ്ത് കളയും കേട്ടോ. ഞാൻ പോട്ടെ, വീട്ടിൽ പോട്ടെ. ഒരുപാട് നേരമായി പുറത്താണുള്ളത്. തിരയെണ്ണാൻ പോയതാണ്. വരുന്ന തിരയെണ്ണായി കുറച്ച് നേരം തിരയെണ്ണിയിരുന്നത് മനസ്സിലൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടും. ഞാൻ സത്യമായിട്ട് ഇപ്പോൾ തിരയെണ്ണലാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി. കാരണം നിന്നെയൊക്കെ പോലുള്ള ചവറുറകളെ എടുക്കുന്നത് തന്നെ ഒരു തിരയെണ്ണതിന് തുല്യമാണ്. ഇത് ക്വൈറ്റ് പേഴ്സണലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ആരും മെനക്കെടേണ്ട ഇത് കാണാനായിട്ട്. കണ്ടവരൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, ഹൈപ്പ് ചെയ്യണേ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾ അതൊക്കെ ചെയ്യുമെന്ന്. എന്നാലും കമൻറ്റിൽ ഒരു ലവ് ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ 1 കോടി ലവ് കൊണ്ടുവന്നിടും. എന്തിനു പിള്ളേരെ ഇത് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഈ കമൻറ്റിൽ വന്ന് എന്നെ പുകഴ്ത്തുന്നതിന് പറ്റിയവർക്ക് സഹിക്കാത്ത അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിങ്ങനെ മാസ് കമൻറ്റുകളാണ് വന്നിടുന്നത്. എന്തൊരു സപ്പോർട്ടാണ്. ഞാൻ ഇന്നലെയൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ 2K 3K ലൈക്ക് മാത്രമുണ്ട്. കമൻറ്റ്സ് അതിനെ കാട്ടിയും. ഇത് എന്തുകൂടെ നിങ്ങളിങ്ങനെ എഴുതി വെക്കുന്നതുകൊണ്ടല്ലേ ഇവറ്റുകൾ കിടന്ന് വെപ്രാളപ്പെടുന്നത്. അതാ ഞാൻ എടുത്തു നോക്കുന്നത്. റിപ്പീറ്റഡ് കമൻറ്റ് ആരെങ്കിലും ഉണ്ട്, അതായത് ഒരേ പേഴ്സൺ റിപ്പീറ്റ് ചെയ്യുന്നത്, അതുമില്ല. പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഈ എങ്ങനെയും ഇവളുടെ ഒരു ബോട്ടാണെന്ന് പറയാൻ ഒക്കത്തില്ല, ഫേക്ക് ആണെന്ന് പറയാൻ ഒക്കത്തില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക? ഇതുപോലെ ഒരു കാര്യങ്ങൾ എന്നെ കണ്ടിട്ട് കുറേയധികം പെൺകുട്ടികൾ വന്നിട്ട് ഇൻസ്പിറേഷൻ ആണെന്നും അവർക്ക് ധൈര്യം ഉണ്ടാകണമെന്നും പറയുന്ന കുറേ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. ഇനി 1 മിനിറ്റ് അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു പാട്ടിൻ്റെ ഒരു വരി പറഞ്ഞുതരാം. അപമാനം, പടുതോൽവി എല്ലാം വശമാകും. തോൽവി ഇല്ലാതെ വരലാറുണ്ടോ? വരലാറെന്ന് വെച്ചാൽ ചരിത്രം. നമ്മൾ തോറ്റാൽ മാത്രമേ ചരിത്രം തിരുത്തി എഴുതപ്പെടുള്ളൂ. നമ്മൾ ഒന്ന് തോറ്റിട്ട് നമ്മൾ ജയിച്ചു നോക്കിക്കാണ്, ആ ജയത്തിൻ്റെ മധുരം ഇരട്ടിയാണ്. നമ്മളെ പലതും പറഞ്ഞ് എഴുത്തൂടെ പലതും പറയും, പല കോലവും പറയും. നിങ്ങൾക്കറിയാലോ നിങ്ങളെന്താണെന്ന്. നിങ്ങൾക്കറിയാലോ ഇവർ സർട്ടിഫിക്കറ്റ് വേണോ? ഇവർ പറയുന്നിടത്താണ് നമ്മളുള്ളത്? അല്ലല്ലോ. അപ്പോൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നീതിയോടുകൂടി പൊരുതി അതിലൊരു തോൽവി വന്നാൽ അത് വളരെ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യുക. തോൽവി വരും, തലകുനിയുന്ന അവസ്ഥകൾ വരും, വളരെ ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വരും, ഒക്കെ വരും. ഓവർകം ചെയ്യാൻ പഠിക്കുക. ഈ ദിവസവും ഈ മിനിറ്റും ദിസ് മൊമെൻറ്റ് അതും ഗോ ഓൺ. അത് പോകും, അതവിടെ നിലയ്ക്കത്തില്ല. ഇന്ന് കൈക്കൊരു വേദന വന്നാൽ നാളെ ഈ കൈക്കായിരിക്കും വേദന വരുന്നത്. ഈ കൈ വേദന മാറും. ആ ഒരു ചിന്ത നിങ്ങളുടെ തലയിൽ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വരുന്ന സാധനം നമ്മൾ ഫേസ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ വന്നാൽ നമ്മൾ ഫേസ് ചെയ്യും. 50 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വന്നാൽ നിന്ന് കരഞ്ഞ് മോങ്ങി 50 രൂപ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു നോക്കിയാണ്. അതാണ് ഏതൊരു പ്രതിസന്ധിയും ഫേസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മരുന്ന്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ. ഒരാൾ നമ്മളെ ചതിച്ചിട്ട് പോയാൽ ചത്തുപോയി എന്ന് വിചാരിക്കണം. പാവില്ലേ? അത് ഇത്തിരി പാടാണ്. ബട്ട് അങ്ങനെ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താണ്. അത് നിങ്ങൾക്കും ബെനിഫിറ്റാണ്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ബെനിഫിറ്റാണ്. നമ്മൾ ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്.
നമ്മൾ എന്തിനാണ് അത്രയും സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയണേ, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? ഇതിൽ എന്തെല്ലാം ഭവിഷ്യത്തുകൾ വരാം. കുട്ടികൾ ആക്രമിക്കപ്പെടാം. എൻ്റെ പ്രാണനാണ് എൻ്റെ മക്കൾ. കുട്ടികൾ ആക്രമിക്കപ്പെടാം, കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടാം. ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാലും നിർത്താൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ പോലുള്ള ഒത്തിരി കുട്ടികൾക്ക് ഞാനൊരു ഇൻസ്പിറേഷനാണ്. സോ ഐ വിൽ ബി ഹിയർ. ഇനി പാകിസ്ഥാനിൽ പോകണം, യെസ് ഓഫ് കോഴ്സ്, പോകണമെങ്കിൽ പോവാടി. പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ നിന്നെ പറയും, ഇവിടെ ഇരുന്ന് പറയുന്നത് എൻ്റെ 10 മടങ്ങ് ഞാൻ അവിടെ ഇരുന്ന് പറയും. ഇവിടെ ഞാൻ ഇതാണ് ടെററെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അപ്പുറത്ത് ഞാൻ പിന്നെ വേറെ ലെവലായിരിക്കും. വെറുതെ ചൊറിയല്ലേ എരുമമുണ്ട്, അത് തെറിയല്ല കേട്ടോ. അത് തെറിയാണെന്ന് പറഞ്ഞ് അടിക്കാൻ പറ്റും, അത് തെറിയല്ല. ആ വാക്ക് ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു. നാളെ നമുക്ക് വൈകുന്നേരം ഒരു 3 മണി വരെ ഞാൻ ലൈവ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, റിക്വസ്റ്റാണ്. കമൻറ്റിൽ ഒരുപാട് ലവ് എഴുതി ഇടല്ലേ കേട്ടോ. ഇവളുമാർ ആത്മഹത്യ ചെയ്യും വെറുതെ. അവളുമാർക്ക് സ്വസ്ഥത കിട്ടും. പ്രത്യേകിച്ച് സൂറത്ത് വെടി നിന്ന് കത്തും. സൂറത്ത് വെടിക്ക് എൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോഴാണ് ഓർമ്മ കേട് വരുന്നത്. അയ്യോ ഇതെന്ത് പറ്റി എനിക്ക്, ഞങ്ങൾക്കില്ലാത്ത ഇത് ഇവക്ക് കിട്ടുന്നത് ഇതെങ്ങനെ? അതാണ് അവളുടെ ടെൻഷൻ. ഒരു വ്യക്തിയെ കൊണ്ട് നല്ലത് പറയിക്കടി. ഒരു വ്യക്തിയെ കൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് ഒരു ദിവസം മനസ്സിലാവും. മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ തലയ്ക്ക് ഈ കള്ളത്തരം കൊണ്ടിരുന്നത്. എൻ്റെ കുട്ടിയുടെ പേർക്ക് നീ ബൈക്ക് മോഷണം പറഞ്ഞെടുത്ത് നീ തീർന്നു. മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടാണ് ഷെറിൻ കേസ് കൊടുത്തതെന്ന് നീ മറ്റവളെ കൊണ്ട് പറയിച്ചെടുത്ത് നീ തീർന്നു. നീ മുഴുക്ക നുണച്ചിയാണെന്ന് 1-2 വിഷയമല്ല, എത്ര വിഷയങ്ങളിൽ തെളിഞ്ഞു. 30 ലക്ഷം രൂപയുടെ കേസുള്ള സൂറത്ത് വെടിയാണ് 1 രൂപയുടെ കേസില്ലാത്ത ഷെഫീനായെ വെല്ലുവിളിക്കുന്നത്. ഇവരാരും കേസ് കൊടുക്കാത്ത എന്തെന്നല്ല ഇൻവിസിബിൾ ആർമി ചോദിക്കുന്നത്. കൊടുക്കൂല, അങ്ങക്ക് അറിയത്തില്ലേ? എൻ്റെ കയ്യിൽ ആ ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ അതും കൊണ്ടാണ് ഇറങ്ങുമ്പോൾ ഇത്രയും ദിവസം എന്നെ വിളിച്ച തെറിയ ഒരു കണക്ക് പറയണം. എനിക്കെതിരെ കേസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അവൻ്റെ അഡ്രസ്സ് കിട്ടി അവൻ വന്ന് എനിക്കെതിരെ കേസുണ്ടെങ്കിൽ ആ കേസ് റിവേഴ്സ് അടിച്ച് കോടതിയുടെ സമയനഷ്ടത്തിന് 25,000 രൂപ അവിടെ കെട്ടിവെക്കുന്നത് പോരാതെ ആ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. വക്കീലിനെ വയ്ക്കൂല, ഞാൻ വാദിക്കും. നൗ ഡേയ്സ് ഐ നോ ഹൗ ടു ഡീൽ ഇറ്റ്. ഏത് എവിടെ പോയാൽ എന്ത് നടക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ബോധ്യമാണ്. ഇത് പലരും പറയുന്നുണ്ട്, ഇവർ പ്രത്യേകിച്ച് ഈ പ്ലക്കത്തി പറയുന്ന ഒരു കാര്യമാണ്, നീ കോടതി കയറി ഇറങ്ങണം. എടി സത്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഈ വൃത്തികെട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് താല്പര്യപ്പെട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനാണത്. കോടതിയാ, പോലീസാ, എനിക്കതൊരു സെക്കൻഡ് ഹോം പോലെയാണ്. ഞാൻ അവിടെ ചെന്നിരുന്ന ചുമ്മാ ഇരിക്കുന്നില്ല. ചുറ്റുമുള്ള ആരെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങി. എനിക്കെന്ത് കാര്യം? പക്ഷെ ഞാൻ പറയാറുണ്ട്, അതെൻ്റെ പ്രൊഫഷനാണ്. അതുകൊണ്ട് ഷെഫീനായ പേപ്പടി കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോക മണ്ടത്തരങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. സാധാരണ 5 പൈസ കിട്ടും അല്ലെ 50,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു നോർമൽ യൂട്യൂബർ അല്ല ഷെഫീന ബീവി. മനസ്സിലായാ? ഇത് സ്വയം പുകഴ്ത്തലല്ല, ഇതാണ് യാഥാർത്ഥ്യം. സ്വയം പുകഴ്ത്തൽ കുറേ മുമ്പേ കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ച് എന്നെ പുകഴ്ത്തുന്നുണ്ട്. എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും കീപ് ഗോയിങ്. ഞാൻ ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഞാനിതിൽ കാണുന്നു, ലൂപ്പിലില്ലെന്നേ ഉള്ളൂ, ഞാൻ കാണുന്നുണ്ട്. കുറച്ച് അപ്പോഴപ്പോഴാ പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര റോങ് ആണ്. ഒന്നും കൂടെ റീതിങ്ക് ചെയ്തിട്ട് പറയുക എന്നുള്ളതാണ്. ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അവനവൻ അനുഭവം വരുമ്പോൾ പഠിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരാളെ ഇകഴ്ത്തുമ്പോഴും ഒരാളെ പറ്റി ഒരു കാര്യവും മനസ്സിലാകാതെ അയാളെ തോൽപ്പിക്കണമെന്നുള്ള ഈഗോ വെച്ചുകൊണ്ട് അയാളെ എതിർക്കുമ്പോഴും ഓർത്തുകൊള്ളുക, സത്യമുള്ള ഒരു വശത്തിനെയാണ് നിങ്ങൾ ചവിട്ടിത്താക്കാൻ നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഏറ്റവും ദോഷകരമായി ഭവിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് ഒത്തിരിയുണ്ട്. എന്നെ തെറി പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് കയറിപ്പോയ ജാസ്മിൻ ജാഫറിൻ്റെ തകർച്ച നിങ്ങൾ കണ്ടതല്ലേ? എന്നെ ഇത്രയധികം അവഹേളിച്ച് മോശം പറഞ്ഞൊന്ന് ഒളിച്ചു കിടക്കാണ് കാദർ കാരിപ്പൊടി. കൊണേശന് എന്തൊരു അക്സെപ്റ്റൻസ് ആയിരുന്നു. കൊണേശൻ ഏത് ലെവലിലെത്തി? ചെവിനായി ചോദിട്ടുമ്പോൾ വരുന്നതാണ്. അത് എൻ്റെ മിടുക്കോ ദൈവാധീനമൊന്നും അല്ല, അല്ലെങ്കിൽ റൂഹി ഞാൻ പറയുന്ന കണക്കുള്ള അവസ്ഥയൊന്നുമല്ല. അതൊരു നോർമൽ പ്രകൃതി നിയമമാണ്. തെറ്റിനെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാത്ത, എന്ത് വിഷമം വന്നാലും ആരെയും സുഖിപ്പിച്ച് നിർത്തി ആ തെറ്റിൻ്റെ ഒപ്പം നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. കടപ്പുറം കക്കൂസ് എന്നെ തെറി വിളിക്കുന്നത് എന്തിനാണ്? മറ്റൊരു സ്ത്രീയുടെ 3 മക്കളുടെ ഒരു സ്ത്രീയുടെ അവരുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി അവൾ കൊണ്ടുവച്ച് കുടുംബം നടത്തിയാണ്. അവളുടെ മൂത്ത മകൾ എന്നോടാണ് പറഞ്ഞത്. ഇതിലെ 4 മകൾ പറഞ്ഞ അതേപോലെ ആ കുട്ടി എൻ്റെ അടുത്ത് പറയണ മടി പിടിച്ചു വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് അയാളെ കൊണ്ടെന്ന്. അത് ആ കുട്ടി തലനൂന്ന് വരുമ്പം ആ ചെവിക്കൽ അടിച്ചു പൊളിച്ചിട്ട് ആ കുട്ടി ഇറങ്ങി മാറുമ്പോൾ അന്ന് ആ കുട്ടി പറയും ഞാൻ ഷെഫീന ബീവി വീടെടുത്തത് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ കുട്ടി പറയും, എനിക്കത് ഉറപ്പാണ്. ആ മോള് പറയും. അല്ലാന്ന് മാറ്റി പറയാൻ പറയാം കുട്ടിയുടെ അടുത്ത്. അത്രയ്ക്ക്
വൃത്തികേടുകൾ ഞാൻ കണ്ടിട്ടും എനിക്ക് ആ സൗഹൃദം മതി, ഇവള് പുറത്തിറങ്ങി അത് പറയും ഇത് പറയുന്ന എനിക്ക് സോപ്പിട്ടാ പോരെ. ചെയ്തില്ലല്ലോ, ഉറച്ചു നിന്നില്ലേ, നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നില്ലേ, അവിടെയുണ്ട് ഞാൻ. എവിടെയാണ് ശരിയെന്ന് തോന്നി ആ ശരിക്കൊപ്പം നിൽക്കും നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെന്നെ കല്ലെറിഞ്ഞാലും എൻ്റെ ശരികൾ ഒരിക്കൽ അത് ശരിയായി എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നിടം വരെയും ഞാൻ അതിനൊപ്പം നിൽക്കും, ഫൈറ്റ് ചെയ്യും. നല്ലൊരു ഫൈറ്ററാണ് ഞാൻ. മതി, ഇത്രയൊക്കെ മതി, ഇന്നത്തേക്ക് പോരെ. പ്ലക്കമ്മേ ഞാൻ തെറി എന്നില്ലെന്ന് പറഞ്ഞിട്ട് നീ പ്രയാസപ്പെടരുത്. ഞാൻ വേറൊരു വീഡിയോയിൽ നിനക്ക് നന്നായിട്ട് അങ്ങ് തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ പ്ലക്കമ്മയ്ക്ക് തെറി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാം, മെമ്പേഴ്സ് ഓൺലി ആക്കി 10 അങ്ങ് തരാം. അപ്പം മെമ്പേഴ്സ് ആവുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ വേറെ പബ്ലിക്കിൽ ഈ തെറി വന്നു എന്നുള്ളൊരിത് വരത്തില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ. വീഡിയോ ഹൈപ്പ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയും വേണം കേട്ടോ. നന്ദി.